ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശമ്പളക്കാരായ അല്ലെങ്കിൽ PF അക്കൗണ്ടുള്ള ഓരോരുത്തരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മളിൽ പലരും നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ട്. അടിയന്തരമായി PF അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാനോ ബാലൻസ് പരിശോധിക്കാനോ അല്ലെങ്കിൽ പഴയ കമ്പനിയിലെ പണം പുതിയ അക്കൗണ്ടിലേക്ക് മാറ്റാനോ ഒക്കെ നോക്കുമ്പോഴായിരിക്കും പാസ്വേഡ് ഓർമ്മയില്ലാത്ത കാര്യം നമ്മൾ തിരിച്ചറിയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വെറും 2 മിനിറ്റ് കൊണ്ട് വളരെ ലളിതമായ സ്റ്റെപ്പുകളിലൂടെ എങ്ങനെ പുതിയ EPF പാസ്വേഡ് സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓൺലൈൻ സെന്ററുകളിൽ പോയി പണം കളയാതെ ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് ഇത് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. ഇതിനായി നിങ്ങളുടെ UAN, ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ എന്നിവ മാത്രം കയ്യിൽ കരുതിയാൽ മതി. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് PF സംബന്ധമായ ഇത്തരം ഉപകാരപ്രദമായ വിവരങ്ങൾ ഇനിയും ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ EPFO പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത് EPFOയുടെ ഹോം പേജ് വഴിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ മെമ്പർ ഹോം എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് നൽകുക. തുടർന്ന് വരുന്ന റിസൾട്ടുകളിൽ ഒന്നാമത്തേത് മെമ്പർ ഹോം എന്നുള്ളത് കാണാം. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. ഇത് നമുക്ക് മെമ്പർ ഹോം പേജ് ലോഗിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. ഇവിടെ ലോഗിൻ ചെയ്യുന്നതിന് താഴെയായിട്ട് ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായിട്ട് എൻ്റർ ചെയ്ത് നൽകേണ്ടത് UAN എന്നുള്ളതാണ്. UAN നമ്പർ അറിയാത്തവർക്ക് അത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ള വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ അവിടെ നിന്നും കാണാവുന്നതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ അവിടെ നിന്നും കാണാവുന്നതാണ്. തുടർന്ന് UAN എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ UAN നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം താഴെ നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ PFൽ കൊടുത്തിട്ടുണ്ടായിരുന്ന അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള നെയിം ഒന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് ജെൻഡർ എന്നുള്ളത് ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത് നൽകുക. തുടർന്ന് താഴെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ 10 അക്ക മൊബൈൽ നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് ഇവിടെ താഴെയുള്ള ഈ ചെക്ക് ബോക്സിലൊന്ന് ടിക്ക് ചെയ്ത് നൽകുക. അതിനുശേഷം താഴെ ഇവിടെ ഒരു ക്യാപ്ച കോഡ് കാണാം. അതിന് താഴെയുള്ള ക്യാപ്ച എന്നുള്ള ആ ഒരു കോളത്തിൽ അതുപോലെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഇവിടെയുള്ള ഈ ആരോ കീയിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ക്യാപ്ച കോഡ് എടുക്കുക. അതിനുശേഷം താഴെ കോളത്തിൽ എൻ്റർ ചെയ്ത് നൽകുക. അല്ല എങ്കിൽ ഒരു പക്ഷേ ആ ഒരു കോഡ് ചിലപ്പോൾ എക്സ്പയർ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കോഡ് മിസ്മാച്ച് കാണിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം താഴെ ഗെറ്റ് ഓതറൈസേഷൻ പിൻ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. OTP ഹാസ് ബീൻ സക്സസ്ഫുള്ളി സെൻഡ് ടു യുവർ മൊബൈൽ നമ്പർ. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് OTP സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റർ OTP എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു OTP കോഡ് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് താഴെ ന്യൂ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങളൊരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നൽകണം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. പാസ്വേഡ് ഏറ്റവും കുറഞ്ഞത് 8 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു ക്യാപിറ്റൽ ലെറ്ററും ഒരു സ്മോൾ ലെറ്റർ മിനിമം ഉണ്ടായിരിക്കണം. ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. കുറഞ്ഞത് 4 അക്ഷരങ്ങൾ വേണം. കുറഞ്ഞത് 2 അക്കങ്ങൾ ഉണ്ടായിരിക്കണം. പാസ്വേഡിൻ്റെ പരമാവധി നീളം 20 ക്യാരക്ടേഴ്സ് ആയിരിക്കണം. അപ്പോൾ ഈ കണ്ടീഷൻസ് പാലിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു പാസ്വേഡ് ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് നോക്കി ഇത്തരത്തിലൊരു സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നൽകുക. തുടർന്ന് ന്യൂ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് കൺഫേം പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ മുകളിൽ കൊടുത്ത അതേ പാസ്വേഡ് തന്നെ ഒരിക്കൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് നൽകുക. ശേഷം താഴെയുള്ള വെരിഫൈ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. യുവർ പാസ്വേഡ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ചേഞ്ച്ഡ്, പ്ലീസ് ക്ലിക്ക് ഹിയർ ടു ലോഗിൻ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാസ്വേഡ് നമ്മൾ സക്സസ്ഫുള്ളി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലിക്ക് ഹിയർ എന്നുള്ള ഭാഗത്ത് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും ആ ലോഗിൻ പേജിലോട്ട് തന്നെ പോകാവുന്നതാണ്. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ EPF പാസ്വേഡ് റീസെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എല്ലാവർക്കും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അവരിൽ പലരും ഈ പ്രശ്നം നേരിടുന്നുണ്ടാകാം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും. ഇതുപോലുള്ള കൂടുതൽ ഉപകാരപ്രദമായ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തവണ മറ്റൊരു പ്രധാനപ്പെട്ട വിവരവുമായി വീണ്ടും കാണാം.